ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര ആത്മീയതയുടെ 240ാമത്തെ സെഷനാണല്ലോ ഇത്. 7ാം സദനത്തെക്കുറിച്ചുള്ള 14ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7ാം സദനത്തിലെത്തിയ ഒരാത്മാവിൽ ഉണ്ടാകുന്ന വിശേഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് അമ്മ ത്രേസ്യ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളത് ഒന്നൊന്നായിട്ട് കാണുകയായിരുന്നു. ഒന്നാമത്തെ ആത്മവിസ്മൃതി, രണ്ടാമത്തേത് സഹനത്തിനുള്ള തീവ്രമായ ആഗ്രഹം, മൂന്നാമത്തേത് ശത്രുക്കളോടുള്ള വലിയ യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അനുഭവം, നാലാമത്തേത് തീവ്രമായ ആഗ്രഹം ദൈവ ശുശ്രൂഷ ചെയ്യുക, പരമാവധി ആൾക്കാർ ദൈവത്തെ ഇങ്ങനെ അടുപ്പിക്കുക എന്നുള്ളത് നമ്മളതേക്കുറിച്ച് കണ്ടുവരികയായിരുന്നല്ലോ. നമുക്ക് 7ാമത്തെ ഖണ്ഡികയിൽ ബാക്കി കാണാം. അധ്യായം 3. ഇതൊക്കെ മറന്ന് ദൈവത്തെ അനുഭവിക്കാനുള്ള ആർദ്രമായ അഭിവാഞ്ചയിലേക്കും ഈ വിദേശവാസം വിട്ടുപോകാനുള്ള വ്യഗ്രതയിലേക്കും ചിലപ്പോൾ വിശിഷ്യ സ്വന്തം സേവനം എത്ര തുച്ഛമെന്ന് കാണുമ്പോൾ അവർ പിൻവാങ്ങാറുണ്ടെന്നത് വാസ്തവം തന്നെ. മരിച്ച് സ്വർഗത്തിലേക്ക് എത്താനുള്ള ആഗ്രഹം ഇല്ലെന്നാകുന്നുവെന്നല്ല, അത് വലിയ ആഗ്രഹമായിട്ട് നിൽക്കുകയാണ്, സംശയമൊന്നുമില്ല. അതിനേക്കാൾ വലിയ ആഗ്രഹമാണ് പരമാവധി ആത്മാക്കൾക്ക്, സഹോദരങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ സ്വർഗത്തേക്ക് ദൈവത്തേക്കിലേക്ക് എത്താൻ അവരെ സഹായിക്കണം, നയിക്കണമെന്നുള്ളത്. അപ്പം അങ്ങനെ ഇതിൻ്റെ പോകുമ്പോൾ ചിലപ്പോൾ എത്ര നോക്കിയിട്ടും തങ്ങൾ ചെയ്യുന്ന ഒന്നും ആകുന്നില്ല, എത്ര തുച്ഛമായ സേവനമാണ് തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ദൈവത്തിൻ്റെ മറ്റവർക്ക് എന്ന് കാണുമ്പോൾ ചിലപ്പം എല്ലാം ഇട്ടിട്ട് സ്വർഗത്തിലേക്ക് ദൈവത്തിലേക്ക് പോയാലോ എന്ന് ചിന്ത വരാം ഇടയ്ക്ക്. എന്നാൽ ഉടനെ ആ വിചാരം വിട്ട് തങ്ങൾക്കുള്ളിൽ നോക്കുമ്പോൾ കർത്താവ് അനുസ്യൂതം കൂടെ ഉണ്ടെന്നോർത്തവ തൃപ്തി അടഞ്ഞുകൊള്ളും. അങ്ങനെ ചിന്ത വരും. പക്ഷെ പെട്ടെന്ന് തന്നെ ഉള്ളിൽ അടുത്ത ചിന്ത എന്താണ്? തങ്ങളുടെ സാന്നിധ്യം ഉള്ളിലുണ്ട്, ദൈവം കൂടെയുണ്ട്. നമ്മൾ ഒത്തിരി ആവർത്തിച്ച് കണ്ടൊരു വചനം യോഹന്നാൻ 14:21. ആ ദിവസം നിങ്ങൾ അറിയും, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ഞാൻ പിതാവിലുമാണ് എന്ന്. ആ ദിവസം നിങ്ങൾ അറിയും. ആ ദിവസം ഏതാണ്? ആ ദിവസം ഇതാണ്. ആ ദിവസം 7ാം സദനത്തിന് അനുഭവത്തിലേക്ക് വരുന്നത്. ഇത് ദൈവരാജ്യ അനുഭവം തന്നെയാണ്. ഇതാണ് ആ ദിവസം. അപ്പോൾ ആ ഒരു അനുഭവം വന്നു കഴിയുമ്പോൾ വേറെ ഒന്നിനെ കുറിച്ച് പരാതി ഇല്ല. ഇത് മതി, ഇതുണ്ടല്ലോ, നമ്മുടെ കൂടെയുണ്ട്, ഉള്ളിലുണ്ട്. ഞാൻ ഈശോയിലാണ്, ഈശോ എന്നിലാണ്, ഞാനും ഈശോയും വിശുദ്ധരെല്ലാം പിതാവിലാണ്. ആ ഒരു അനുഭവം. ഉടനെ ആ വിചാരം വിട്ട് തങ്ങൾക്കുള്ളിൽ നോക്കുമ്പോൾ കർത്താവ് അനുസ്യൂതം കൂടെ ഉണ്ടെന്നോർത്തവർ തൃപ്തി അടഞ്ഞുകൊള്ളും. അതോടൊപ്പം ജീവിതം തുടരാനുള്ള താല്പര്യത്തെ തങ്ങൾക്ക് കൈവശമുള്ള ഏറ്റവും അമൂല്യമായ കാഴ്ചദ്രവ്യം എന്നോണം അവിടത്തേക്ക് അവർ സമർപ്പിക്കുകയും ചെയ്യും. ജീവിതം തുടരാനുള്ള ആഗ്രഹം, അത് ആ ആഗ്രഹം മുഴുവൻ കർത്താവിന് സമർപ്പിക്കും. എനിക്കിനി ജീവിതം ക്രിസ്തു, മരണം നേട്ടം. അതിനേക്കാൾ കൂടുതൽ എങ്ങനെ വ്യക്തമായിട്ട് ഈ കാര്യം പറയാൻ പറ്റുക? പൗരസപ്പസ്തോലിനൊക്കെ ഈ അമദ്രേസ്യത്തിൽ വിശദമായിട്ട് പറയുന്ന ഈ അനുഭവങ്ങൾ എത്ര ആഴത്തിൽ സ്വന്തമാക്കി ജീവിച്ചിരുന്നു എന്ന് അപ്പസ്തോലന്റെ ആ എത്ര വചന പ്രബോധനങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം. അത് തന്നെ അമദ്രസ്യ പറഞ്ഞു വരുന്നത്, വിശദീകരിച്ചു വരുന്നത്. അപ്പം മദ്രസ്യ മാത്രം, അന്നത്തെ ചുരുക്കം ചില സിസ്റ്റേഴ്സ് മാത്രമൊന്നുമല്ല, ഇതുപോലെ അനേക വിശുദ്ധരി അനുഭവത്തിൽ ജീവിച്ചവരാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള അവകാശമാണ്. വിളിയുടെ അനുഭവം ഇതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തെ ഹൃദ്യമായ ഒരു ഹർഷ പാരവശ്യം എന്നതിൽ കവിഞ്ഞ് അവർ ഭയപ്പെടുകയില്ല. മരണത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു പേടിയില്ല. എപ്പം മരിക്കേണ്ടി വന്നാലും, ഈ രാത്രി മരിക്കുമോ, പോകുന്ന വഴിക്ക് മരിക്കുമോ, അസുഖം വന്ന് മരിക്കുമോ, അപകടം ഉണ്ടായി മരിക്കുമോ, എന്തോ ആയിക്കോട്ടെ, മരണമെന്ന് പറയുന്നൊരു ഹർഷപാരവശ്യം പോലെയാണ്, ഒരു റാപ്ചർ. തമ്പുരാനിലേക്ക് അമ്മ കുഞ്ഞിനെ, ഓടിക്കളിക്കുന്ന കുഞ്ഞിനെ അമ്മ വന്ന് പെട്ടെന്ന് വാരിയെടുത്ത് വാരി പുണർന്ന് മൊത്തം കൊണ്ട് ചക്കത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന സന്തോഷം, അത്രേ ഉള്ളൂ മരണമെന്ന് പറയുന്നത്. ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല, അവർക്ക് ഭയമില്ല. ഇപ്പൊ തന്നെ ഈശ്വര കൂടെയാണ്. അമ്മയുടെ മടിയിരിക്കുന്ന കുഞ്ഞ് അങ്ങ് ഉറങ്ങിപ്പോയാലോ, കുഞ്ഞിനൊന്നും പേടിക്കേണ്ട, അമ്മയുടെ ചങ്കത്ത് തന്നെ ആയിരിക്കും കിടക്കുന്നത്, കുഞ്ഞ് വേറെ ഒരിടത്തുമല്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി എപ്പം മരിച്ചാലും കർത്താവിൻ്റെ ചങ്കത്ത് തന്നെയാണ്, കർത്താവിൻ്റെ ഉള്ളിൽ തന്നെ, ദൈവരാജ്യ അനുഭവത്തിൽ തന്നെയാണ്, ആ കൂട്ടായ്മയിലാണ്. അതുകൊണ്ട് മരണത്തെ കൃത്യമായ ഹർഷ പാരവശ്യം എന്നതിന് കവിഞ്ഞ് അവർ ഭയപ്പെടുകയില്ല. കൊടും യാതനകളും ഒന്നിച്ച് ആ ആദ്യത്തെ അഭിലാഷങ്ങൾ ഉൽപ്പാദിപ്പിച്ച ആൾ തന്നെയാണ് ഇപ്പോൾ ഈ താല്പര്യവും പുലർത്തുന്നത്രേ അതിൻ്റെ എല്ലാം വിശദീകരണം. ഇപ്പോൾ നേരത്തെ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നൊരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി. അതിൻ്റെ പുറകെ ദൈവം നൽകിയ പ്രചോദനങ്ങളിൽ പ്രേരണ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ ദൈവം തന്നെയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ നൽകുന്നത്. അത് നമ്മൾ അതാണ് എൻ്റെ വിശദീകരണം.
അവിടുന്ന് സദാകാലവും വാഴ്ത്തി സ്തുതിക്കപ്പെടട്ടെ. അവിടത്തേക്ക് സ്തുതി ഉണ്ടാവട്ടെ. കാരണം വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഒരു ആത്മാവിനെ ദൈവം ഇങ്ങനെ കടത്തി കൊണ്ടുവന്നിട്ട് ഈ അവസരം എത്തിച്ചിരിക്കുകയാണ്. 8-ാമത്തെ ഖണ്ഡിക, ചുരുക്കത്തിൽ ഈ ആത്മാക്കൾക്ക് വിശേഷ വരങ്ങളെയും ആനന്ദ അനുഭൂതിയെക്കുറിച്ച് ആകാംക്ഷ ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് 5-ാമത്തെ വിശിഷ്ട ഫലമാണ് ഈ ഒരു ഏകസദനത്തിൽ. മദ്രസ നമ്പർ പറഞ്ഞു വന്നിടയ്ക്ക് മദ്രസ വിട്ടുപോയി, 2 നമ്പർ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള നമ്മളിപ്പം ഇങ്ങനെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ആത്മാക്കൾക്ക് വിശേഷ വരങ്ങളെയും ആനന്ദ അനുഭൂതിയെക്കുറിച്ച് ആകാംക്ഷ ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. കർത്താവ് തന്നെ അവരുടെ ഒന്നിച്ചുള്ളതിനാൽ ഇപ്പോൾ അവർ ജീവിക്കുന്നത് അവിടുന്നാണ് അവർ ജീവിക്കുന്നത്. ഗലാത്യർ 2 ഇത് പറയുന്നുണ്ട്, ഞാനല്ല ക്രിസ്തു എന്നെ ജീവിക്കുന്നു. ഞാനാണ് ജീവിക്കുന്നത്, പക്ഷെ ഞാനല്ല ക്രിസ്തു എന്നെ ജീവിക്കുന്നു. പൗലോസ് വീണ്ടും പറയുകയാണ്. അപ്പൊ അതാണ്, ഇപ്പൊ കർത്താവ് തന്നെ അവിടെ ഒന്നിച്ചുള്ളതിനാൽ ഇപ്പോൾ അവർ ജീവിക്കുന്നത് അവിടുന്നാണ്. ഈശോ തന്നെ പറഞ്ഞില്ലേ, ഞാനല്ല പിതാവാണ് എന്നിൽ വസിക്കുന്നത്, എന്നിൽ വസിച്ചുകൊണ്ട് പിതാവ് തന്റെ പ്രവർത്തിക്ക് ചെയ്യുകയാണ്. ഞാൻ പറയുന്ന കാര്യം എൻ്റെ സ്വന്തമല്ല, പിതാവിൻ്റെതാണ്, പിതാവ് പഠിപ്പിക്കുന്നതാണ്. ഇന്ന് ഈശോ പറയുമ്പോൾ ഈശോ അനുഭവിക്കുന്ന ദൈവ ഐക്യം, ഈശോ ദൈവം തന്നെയാണെങ്കിലും പൂർണ്ണ മനുഷ്യനായിട്ട് ഭൂമി ജീവിച്ചപ്പോൾ ആ നാളുകളിൽ ഈശോ അനുഭവിച്ചതാണ്. ആ അനുഭവം തന്നെ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നത്. ആ അനുഭവം തന്നെയാണ് മദ്രസ അവിടെ പങ്കുവെക്കുന്നതും. നമുക്ക് എല്ലാവർക്കുമായിട്ട് വയ്ക്കപ്പെട്ടിരിക്കുന്ന അനുഭവം തന്നെയാണ്. അവിടുത്തെ ജീവിതം നിരന്തരമായ സഹനമായിരുന്നുവെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. വേറെ വശം പറയാം, സഹനത്തിന്റെ ഒരു അനുഭവമാണ് നിശ്ചയിക്കും ജീവിതം മുഴുവനും. കൊച്ചുനാൾ മുതൽ പിറക്കാനുള്ള ആ സമയം വന്നപ്പോൾ തന്നെ യാത്ര, അമ്മയ്ക്ക് പിറന്ന് കഴിയുമ്പോൾ വേട്ടയാടുന്ന അനുഭവം നമുക്കറിയാം. അത് മുതൽ അവസാനം വരെ നിരന്തരമായ സഹനമായിരുന്നു. വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. തന്നിമിത്തം നമ്മുടെ ജീവിതവും നമ്മിൽ ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ട് മാത്രമെങ്കിലും അവിടുന്ന് അപ്രകാരമാക്കി തീർക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒന്നുകിൽ സഹനം ശരിക്കും ഉണ്ടാവും, അല്ല സഹനത്തിലുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, ക്രൂശിതനോടുള്ള ഐക്യം. പൗലോസ് പറഞ്ഞതുപോലെ ക്രൂശിക്കപ്പെട്ട ഈശോ മാത്രം അറിഞ്ഞാൽ മതി, അവിടുന്ന് ഒന്നായിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രൂശിത നോക്കിക്കൊണ്ട് നമ്മളും കൈസർഷം പറയുകയുണ്ടായി, ക്രൂശിതനായ ഈശോയുടെ വലിയൊരു അടുപ്പം നമ്മുടെ എല്ലാവരുടെ ഉള്ളത്തിൽ ജ്വലിക്കുന്ന അഗ്നി പോലെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം. അത് നമ്മളെ മദ്രസ ഇടയ്ക്ക് പറഞ്ഞതാണല്ലോ, ഈശോയുടെ മനുഷ്യഭാവങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. ഈശോ ഒരു മനുഷ്യനെ ഭൂമി ജീവിച്ചു, മനുഷ്യനെ അവതരിച്ചു, ഒരു മനുഷ്യന്റെ രീതിയിൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടും അവിടുന്ന് അറിഞ്ഞു, സഹിച്ചു, അതിൽ കടന്നുപോയി. ആ മനുഷ്യനായ ജീവിച്ച ഈശോയുടെ ദൈവത്തിന്റെ ജീവിത രംഗങ്ങൾ, അനുഭവങ്ങൾ, പ്രത്യേകിച്ചും വിടാനുഭവം ഒരിക്കലും നമ്മുടെ സ്മരണയിൽ നിന്നും മാറ്റി കളയരുത്. അത് നമുക്ക് വലിയ കരുത്താണ്. അപ്പൊ അത് മദ്രസ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇപ്പൊ മദ്രസ വീണ്ടും അത് തന്നെ പറഞ്ഞു, ക്രൂശിനെ നോക്കിക്കൊണ്ട് നീങ്ങുക. അപ്പോൾ നിരന്തരമായ സഹനമായിരുന്നു ഈശോയുടെ ജീവിതം. നമ്മൾ എടുത്ത് പറയുന്നു, അതിനുള്ള സഹനത്തിന്റെ അവസ്ഥ ചിലപ്പം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ആഗ്രഹം അതുണ്ടാവും. അപ്പൊ അതിന്റെ മറുവശം എന്താണ്? ഏത് സഹനം എത്ര ചെറുതോ വലുതോ ഉണ്ടായാലും പരാതി ഉണ്ടാവുകയാണ്. അതോ അതിന്റെ മറുവശം സഹനത്തിലുള്ള ആഗ്രഹം ഒരു വ്യക്തിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ, യഥാർത്ഥ ആഗ്രഹം ഉണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള മാർഗം എന്തെങ്കിലും സഹനം പ്രതീക്ഷിക്കാതെ വരുമ്പോൾ, ഇപ്പൊ കാലാവസ്ഥ ശരിയാകുന്നില്ല, അല്ലെങ്കിൽ കറണ്ട് പോയി, ആവി, ചൂട്, അല്ലെ വല്ലാത്ത മഴ, സൗകര്യങ്ങളില്ല, ബുദ്ധിമുട്ടുകൾ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ പരാതിയില്ല. കാരണം സഹനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ഉള്ളിലൂടെ കിടക്കുകയാണ്. ഈശോയുടെ വഴി, സഹനത്തിന്റെ വഴി എന്നുള്ള ബോധ്യം കിടക്കുന്നത് കൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളിലും ബലഹീനർ എന്ന വിധം അത്രയും കർത്താവ് നമ്മെ കരുതുന്നത്. എന്നാൽ ആവശ്യമെന്ന് അവിടത്തേക്ക് തോന്നുമ്പോൾ നമുക്ക് തരുവാൻ വീര്യവും ഉണ്ട് അവിടെ തന്റെ പക്കൽ. നമ്മൾ വളരെ ബലഹീനരാണ്, അവിടത്തേക്ക് അറിയാം. പക്ഷേ എന്നെ കൂടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ഈശോ പറയുന്നത് നമുക്കറിയാം. പക്ഷേ നമുക്ക് ആവശ്യമുള്ള കൃപാവരം മുഴുവൻ അവിടുത്തെ പക്കലുണ്ട് തരാൻ. ഒരു ലോഭവുമില്ല, തക്ക സമയത്ത് അവർ തരികയും ചെയ്യും. അതാണ് സർവസംഘ പരിത്യാഗവും ഏകാന്തതയും അനുഷ്ഠിച്ചുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനകരമായ ജോലികൾ ഏർപ്പെട്ടിരിക്കാനാണ് അവർക്ക് താല്പര്യം. ഒന്നിനോടും സാങ്കത്യമില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. അങ്ങനെ അതേസമയം ഏത് ജോലിയിലും ഏർപ്പെടാൻ, ഏത് ശുശ്രൂഷ ഏർപ്പെടാൻ, എന്തായാലും വ്യവസ്ഥ നല്ലൊരു ഉപകാരപ്പെടണം. എന്താ ഉപകാരം ഉണ്ടാകേണ്ടത്? ചുമ്മാ ഒരു ഉപകാരമല്ല, ലൗകികമായ ഉപകാരം മാത്രമല്ല, പക്ഷെ എന്താണ്? സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് സ്നേഹത്തിന് വേണ്ടത്? നിത്യജീവൻ. അതാ വേണ്ട ഏറ്റവും വലിയ കാര്യം, നിത്യജീവൻ. ജീവൻ പ്രാപിക്കുന്നില്ല എങ്കിൽ സ്വന്തം ജീവൻ, ആത്മാവ് നഷ്ടപ്പെടുത്താൻ എന്ത് പ്രയോജനം? ബാക്കി എന്തെല്ലാം കിട്ടിയാലും എന്ന് ചോദിക്കും, നമുക്കറിയാം. അപ്പൊ ഏറ്റവും വേണ്ടപ്പെട്ടത് നിത്യജീവനാണ്. അത് കിട്ടാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്ന് ജീവൻ അർപ്പിച്ചത്. അപ്പൊ നമ്മൾ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ത്യാഗം ഏറ്റെടുക്കുന്നത്, കഷ്ടപ്പാട് സഹിക്കുന്നതും, ശുശ്രൂഷ നിർവഹിക്കുന്നതിന് ആത്യന്തികമായ ഉന്നത ഉദ്ദേശവും മറ്റുള്ളവർ നിത്യജീവനിലേക്ക് എത്തണം, ആ വഴിയിലേക്ക് അവർ വരണം, ആ വഴി പുരോഗമിക്കണം, ആ ചിന്തയോടു കൂടി ആയിരിക്കണം. അപ്പം ഈ ഒരു തീക്ഷ്ണത വെച്ചുകൊണ്ടാണ് ഈ സദനത്തിലെത്തിയ വ്യക്തികള് ഒന്നിനോടും താല്പര്യമില്ല, സർവസംഘ പരിത്യാഗം, പിന്നെ തനിച്ചിരുന്ന് ദൈവത്തെ അനുഭവിക്കാനും ഇഷ്ടം,
ഹോസേ 2 പറയുന്ന പോലെ ഏകാന്തതയിലേക്ക് നിന്നെ വിജയ സ്ഥലത്ത് കൊണ്ടുപോയി വശീകരിച്ച് കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും മണവാട്ടിയെ. ആ അനുഭവം അതാണ് ഇഷ്ടം. പക്ഷേ അതിൻ്റെ നടുവിലും ഇങ്ങനെ ആൾക്കാരെ ദൈവത്തിലേക്ക് ചേർക്കാനുള്ള ശുശ്രൂഷ ഏർപ്പെടാൻ വലിയ താല്പര്യമുണ്ടാകും. ആന്തരികമായ ശുഷ്കതയോ മനോവ്യഥയോ ഒന്നുമില്ലാതെ നമ്മുടെ കർത്താവിൻ്റെ സ്നിഗ്ധമായ സ്മരണ സദാ നിലനിർത്തുവാൻ അവർക്ക് കഴിയും. അപ്പോൾ വ്യഥയോ അല്ലെങ്കിൽ മനോവ്യഥയോ ശുഷ്കതയോ ഒന്നും അങ്ങനെ വരികയില്ല. അത് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും അവരെ ബാധിക്കുകയില്ല, തളർത്തുകയില്ല, കലക്കി കളയുകയില്ല. അതിൻ്റെ എല്ലാ ഇടയിലും നടുവിലും മധ്യത്തിലും കർത്താവിൻ്റെ സ്നിഗ്ധമായ സ്മരണ, സാന്നിധ്യ അനുഭവം നിരന്തരം ഉള്ളിൽ അവിടുന്ന് ഉണ്ടെന്നുള്ളത് അത് നിരന്തരം നിലനിർത്തിക്കൊണ്ട് പോകാൻ അവർക്ക് സാധിക്കും. അവിടുത്തെ സ്തുതിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നെങ്കിൽ എന്നാണ് അവരുടെ ആഗ്രഹം. നിരന്തരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? കർത്താവിനെ നിരന്തരം സ്തുതിക്കുക. അത് മാത്രം മതി. നമ്മൾ സങ്കീർത്തനം 16 ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്തായിൽ പ്രസംഗിക്കുന്ന അവസരത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഞാൻ സദാ എൻ്റെ കർത്താവിനെ കൺമുമ്പിൽ ദർശിച്ചിരുന്നു, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ കണ്ഠം സ്തുതികൾ ഉയർത്തി, ശരീരം വിശ്രമിക്കുന്നു എന്ന് ദാവീദിൻ്റെ അനുഭവമാണത്. അത് ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഇതായിരുന്നു ഈശോയുടെ അനുഭവം. സദാ കർത്താവിൻ്റെ സാന്നിധ്യം, പിതാവിൻ്റെ സാന്നിധ്യം ഈശോ അനുഭവിച്ചു. അത് നമ്മൾ സദാ അനുഭവിക്കും. സദാ അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സദാ അനുഭവം എന്താണ്? അതിൻ്റെ ബാക്കി എന്താണ്? ദൈവത്തിന് സദാ സ്തുതി പറയുക, അവിടുത്തെ സ്തുതിക്കുക, സ്നേഹിക്കുക, നിരന്തരം സ്തുതിച്ചും സ്നേഹിച്ചും ആഹ്ലാദിച്ചും നീങ്ങുക. നേരത്തെ മത്സ്യം പറയുകയുണ്ടായി, ഈ ഒരു അനുഭവത്തിലേക്ക് വളർന്നു വരുന്ന ഒരു സ്റ്റേജ് വരുമ്പോഴേക്കും ഇങ്ങനെ സ്തുതിപ്പിൻ്റെ വലിയ ഉന്മാദം വന്നിട്ട് പ്രകർഷ അനുഭവം, എല്ലാം മറന്ന് സ്തുതിക്കാൻ, എല്ലാവരെയും കൂട്ടി സ്തുതിക്കാനുള്ള പ്രേരണ വരുന്നു. ദാനിയേലിൻ്റെയും കൂട്ടുകാരുടെയും ആ ഒരു യുവാക്കന്മാരുടെ തീച്ചോള ഇടപെടുമ്പോൾ പോലുമുള്ള അനുഭവം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. എല്ലാവരും സ്തുതിക്കുന്നു. അവര് അഗ്നിയെ, ജലമേ, മേഘങ്ങളെ, പർവ്വതങ്ങളെ, സകല പ്രപഞ്ച വസ്തുക്കളെയും സൃഷ്ട വസ്തുക്കളെയും സൃഷ്ടലോകം മുഴുവനെയും മനുഷ്യവർഗത്തിൻ്റെ സകല രാജാക്കന്മാര്, യുവാക്കന്മാര്, യുവതികള്, വൃദ്ധര്, ശിശുക്കളെ എല്ലാവരും വിളിച്ച്, പിന്നെ ആകാശശക്തികള്, നക്ഷത്രങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ എല്ലാവരും വിളിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പറയുന്ന കരുത്ത് നമുക്കറിയാമല്ലോ. എത്രയോ മനോദാനിൻ്റെ പുസ്തകം കാണുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ വരികയാണ്. അപ്പം എപ്പോഴും കർത്താവിനെ സ്തുതിക്കുക അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നെങ്കിൽ എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ സ്തുതിച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയല്ല, ആൾക്കാർ ദൈവത്തെ അറിഞ്ഞ് സ്തുതിക്കത്തക്ക രീതിയിൽ അതിനെ കൂട്ടിക്കൊണ്ടവരാണ് ശുശ്രൂഷ ഏർപ്പെടുകയാണ് അവരുടെ നിരന്തരമായ ശ്രദ്ധ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യസഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.